റീ റിലീസ് സിനിമകൾ തിയേറ്ററിൽ കാണുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഈ സിനിമയ്ക്ക് എവിടെയൊക്കെയാണ് എൻജോയ് ചെയ്യേണ്ട മൊമെന്റുകളുള്ളതെന്ന് കൃത്യമായ ധാരണയിലാണ് എല്ലാവരും തിയേറ്ററിൽ എത്തുന്നത്. അപ്പോൾ ഒരു ആഘോഷ ചിത്രം കാണുക എന്നുള്ള പേർപ്പസ് മാത്രമാണ് ആ വരുന്ന കൂട്ടത്തിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം സിനിമകൾ തിയേറ്ററിൽ കാണുക എന്നുള്ളത് ഭയങ്കര അടിപൊളി പരിപാടിയാണ്. അങ്ങനെയുള്ള ഒരു വലിയ വിഭാഗം ഓഡിയൻസ് ആണ് മോഹൻലാൽ ആരാധകരും അതുപോലെ തന്നെ ഒരുപാട് 2K കിഡ്സ് ആയിട്ടുള്ളവരും. കാരണം ഈ സിനിമ തിയേറ്ററിൽ ഒരുപക്ഷെ അങ്ങനെ കാണാത്ത ആളുകൾ ടി വിയിലും അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ കണ്ട് ശീലമായിട്ടുള്ള ആളുകളൊക്കെയാണ്. ഇപ്പോൾ രാവണപ്രഭു കാണാൻ കയറുമ്പോൾ ആ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ ഒരു പ്രതീക്ഷ അതേപോലെ A to Z തിയേറ്ററിൽ എൻജോയ് ചെയ്തിട്ടുള്ള പരിപാടി. കാരണം പാട്ടുകളാണെങ്കിലും ഇതിലെ ഡയലോഗുകളാണെങ്കിലും ക്യാരക്ടറിൻ്റെ എൻട്രീസ് ആണെങ്കിലും എല്ലാം പക്ക സെലിബ്രേഷൻ. രാവണപ്രഭു എന്നെ സംബന്ധിച്ച് സിനിമ തിയേറ്ററിൽ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് എത്തിയത്. ആദ്യത്തെ എന്താ പറയുക ക്യാരക്ടറിൻ്റെ ഇൻട്രോസ് അതുപോലെ പാട്ടുകളിലൊക്കെ അത് നടന്നു. സെക്കൻഡ് ഹാഫിലും അത് ഗംഭീരമായിട്ട് നടക്കുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിൻ്റെ ഒരു പകുതിയൊക്കെ അങ്ങോട്ട് കഴിഞ്ഞപ്പം പേഴ്സണലി ഞാനാണെങ്കിലും ആ തിയേറ്ററിൽ ഇരുന്ന വലിയൊരു വിഭാഗമാണെങ്കിലും ആ സിനിമയുടെ ഒരു ഇമോഷണൽ സൈഡിലേക്ക് പോയെന്നുള്ളതാണ്. തിയേറ്ററിൽ പിൻ ഡ്രോപ്പ് സൈലന്റ് അവരെല്ലാവരും ആ സിനിമയുടെ കണ്ടന്റിൽ അങ്ങനെ അങ്ങ് ഇഴുകി അങ്ങനെ ഇമോഷണലി കണക്ട് ചെയ്ത് കാണുന്ന ഒരു ഫീലാണ് ഉണ്ടായത്. അതുപോലെ തന്നെയാണ് ഈ സിനിമ ഒരു ആഘോഷ സിനിമ എന്നതിനപ്പുറത്തേക്ക് ഇതിനകത്ത് മോഹൻലാൽ എന്ന് പറയുന്ന പെർഫോമർ, മോഹൻലാൽ എന്ന് പറയുന്ന ആക്ടർ അങ്ങോട്ട് അഴിഞ്ഞാടിയിട്ടുണ്ട്. ഒരു സൈഡിൽ കാർത്തികേയൻ ഒരു എക്സ്ട്രീം ലെവൽ മാസ് പരിപാടിയെ കാണിച്ചു പോകുന്നു. എന്നാൽ ഇപ്പുറ സൈഡിൽ മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന് പറയുന്ന കഥാപാത്രം അതിൻ്റെ എല്ലാ നിസ്സഹായതയും കൊണ്ട് എന്താ പറയുക നമ്മളെ അങ്ങ് നമുക്കൊരു വിങ്ങലാണ് മംഗലശ്ശേരി നീലകണ്ഠൻ. കാരണം അയാൾ ഒരു കാലത്ത് എന്തായിരുന്നു എന്നുള്ളത് അറിയാവുന്നതാണ് മലയാളികൾ. ആ ക്യാരക്ടർ എങ്ങനെയൊക്കെയാണ് ബിഹേവ് ചെയ്തത് നമുക്കറിയാം. ഇപ്പോൾ അയാളുടെ ഒരു അവസ്ഥ എന്താണ് അത് കാണുന്ന സമയത്ത് നമുക്ക് വല്ലാതൊരു വീർപ്പുമുട്ടലാണ്. അത് നമ്മളെ വല്ലാതെ അനുഭവപ്പെടുത്തുന്നുണ്ട് ലാലേട്ടൻ്റെ പെർഫോമൻസ്. കാരണം മംഗലശ്ശേരി നീലകണ്ഠന് വേണ്ടി എഴുതിയ സംഭാഷണങ്ങളാണെങ്കിലും ഒരു പ്യുവർ ക്ലാസ് ടൈപ്പിലുള്ള സംഭാഷണങ്ങളാണ്. അതിനെ വളരെ മനോഹരമായിട്ട് ലാലേട്ടൻ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നാടകീയത ഒന്നുമില്ല, പ്രത്യേകിച്ച് വേഷം കെട്ടലുകൾ ഒന്നും തന്നെ നടത്താത്തൊരു ക്യാരക്ടർ. അതുപോലെ സംഭാഷണങ്ങളിലാണെങ്കിലും കോക്രി ഒന്നും കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സ്വാഭാവികമായിട്ട് തോന്നും, ഇമോഷണലി നമ്മൾ വല്ലാതെ കണക്ട് ആവും. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇതേ മനുഷ്യനാണ് ഇപ്പുറത്ത് കാർത്തികേയനെ ഒരു നെക്സ്റ്റ് ലെവൽ മാസ് ഹീറോ ആയിട്ട് പെർഫോം ചെയ്യുന്നു. അപ്പോൾ ഇത് രണ്ടും ഒരേ സിനിമയിൽ നമുക്ക് ഒരു എന്താ പറയുക നാടകീയതയോ അല്ലെങ്കിൽ അസ്വാഭാവികതയോ തോന്നാത്ത രീതിയിൽ പെർഫോം ചെയ്ത് ഫലിപ്പിക്കുക. ശരിക്കും അത് എൻജോയ് ചെയ്യായിരുന്നു പേഴ്സണലി. ഞാൻ തിയേറ്ററിൽ ആ സ്ക്രീനിൽ മോഹൻലാലിൻ്റെ ഡാൻസിനും മോഹൻലാലിൻ്റെ ആക്ഷനും ഒക്കെ എൻജോയ് ചെയ്യുന്ന പോലെ തന്നെ അതിനേക്കാൾ ഒരു പടിക്ക് പോലും എൻജോയ് ചെയ്ത് ലാലേട്ടൻ എന്നുള്ള പെർഫോമറെയാണ്. രഞ്ജിത്തിന് വലിയൊരു സല്യൂട്ട് ഉണ്ട്. കാരണം അക്കാലത്ത് ഇറങ്ങിയ ഒരു സിനിമയാണെങ്കിലും അതിൻ്റെ റിപ്പീറ്റ് വാല്യൂവും അതിനെ കാലങ്ങൾക്ക് ഇപ്പുറം കാണുമ്പോൾ ഉള്ളൊരു ഫ്രഷ്നെസ്സും ഒക്കെ ഉള്ളൊരു വല്ലാത്തൊരു പരിപാടിയാണ്. എന്തായാലും രാവണപ്രഭു തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളത് വല്ലാത്തൊരു മൊമെൻ്റാണ്. അത് ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത മൊമെൻ്റ് കൂടിയാണ്. തീർച്ചയായിട്ടും തിയേറ്ററിൽ വലിയൊരു ക്രൗഡിനൊപ്പം കാണേണ്ട ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് രാവണപ്രഭു.